വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ലോങ് വീഡിയോ മാത്രമല്ല, ഒരു വീഡിയോ ആയിട്ട് തന്നെ കുറേ ദിവസം ശേഷമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ കുറച്ചധികം ദിവസം മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. പക്ഷേ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി ഒരു സമയമൊക്കെ കിട്ടുന്നത്. ഇതെൻ്റെ ഉമ്മാൻ്റെ വീടാണ് കേട്ടോ. ഇപ്പോൾ അവിടെ മരമൊക്കെ മുറിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ഉമ്മമ്മ ഒരുവിധം എല്ലാ മരത്തിലും ഇങ്ങനെ കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഇത് മല്ലിയിലയാണ് കേട്ടോ. അമ്മമ്മ വെറുതെ ഒരു കാർഡ്ബോർഡിൻ്റെ ഡപ്പയിൽ വെറുതെ ഒന്ന് വെച്ചതാണ്. പക്ഷേ നന്നായി അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ തന്നെ നല്ല മണമാണ് ഈ ഒരു മല്ലിയിലൻ്റെ. പിന്നെ ഇത് നിത്യവഴുതനങ്ങയാണ് കേട്ടോ. ഇത് ഷുഗർ പേഷ്യൻസിന് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കുറേ തക്കാളിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഉമ്മ ഓരോ ചെടികൾ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മാവൊക്കെ നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട്. കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിങ്ങനെ കൈകൊണ്ട് പറിക്കാൻ വേണ്ടി പറ്റുന്ന അത്ര അടുത്താണ് നിൽക്കുന്നത്. ടെറസിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുപോലെ ഈ ഒരു പപ്പായ നല്ല അടുത്താണ്. മുമ്പ് ഉമ്മയുടെ വീടിൻ്റെ വ്ലോഗ് ഇട്ടപ്പോൾ ഞാൻ ഈ ഒരു മരം കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ എപ്പോഴും പൂത്ത് നിൽക്കുന്നല്ലാണ്ട് ഇതിലൊരു കായ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് എന്തിൻ്റെ മരമാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതാ ഞങ്ങൾ മാങ്ങ പറിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. ഈ ഒരു മാങ്ങേനെ ഞങ്ങളുടെ ഇവിടെയൊക്കെ വെള്ളമാങ്ങ എന്നാണ് പറയുക. ഇത് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിഞ്ഞ തവണ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്രാവശ്യം അധികം മാങ്ങ ചെടിയിൽ ഒരു കിളിക്കൂടുണ്ട്. ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് ആ ഒരു ബേർഡിൻ്റെ കുറച്ച് എഗ്സും കൂടി അതിലുണ്ടെന്ന്. പിന്നെ 1-2 മിറാക്കിൾ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കുകയാണ് ഞാൻ. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും തന്നെ അറിയണ്ടാവും. ഇത് കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പുളികൾ എന്ത് കഴിച്ചാലും നല്ല മധുരമാണെന്ന്. പിന്നെ മമ്മ ഫ്രണ്ടിലുള്ള മാവിൽ ഇതുപോലെ മണി പ്ലാന്റ് ഒക്കെ പടർത്തി വരുന്നുണ്ട്. കുറേ ബോഗൺവില്ലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ അതാ ഞങ്ങൾക്ക് ചെറിയ കുളം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് കുരുമുളകൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വയലറ്റ് കളർ വഴുതനങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ അതാ ഫ്രണ്ടിൽ ഇതുപോലെ കുറച്ച് ഹാങ്ങിങ് പോട്ട്സൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 ദിവസം മുമ്പ് ഉണങ്ങി കിട്ടിയ കുറച്ച് കുരുമുളകാണ് കേട്ടോ. പിന്നെ അത് ഈവനിങ് ആയപ്പോൾ ചായൻ്റെ കൂടെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഉമ്മാൻ്റെ പണ്ടത്തെ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ വെറുതെ നട്ട് നോക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നതാണ്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇന്നാണ് സ്നോ മൂൺ കാണാറ്. അപ്പോൾ വെറുതെ 3 വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.